മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടനാം ക്യാപ്റ്റൻ ആയിട്ടുള്ള സൺ ഹ്യൂങ് മിന്നിനെ കുറിച്ചാണ്. ഇപ്പൊ മറ്റ് പല ടീമംഗങ്ങളും ട്രോഫി അടിക്കാൻ വേണ്ടി ടോട്ടനാം വിട്ടു പോയപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ടീമിനൊപ്പം നിന്ന് യൂറോപ്പ് ലീഗ് അടിച്ച ആ ഒരു ലെജൻഡിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടനാമിൽ ട്രോഫി വിജയിക്കാത്തത് കൊണ്ട് ഇപ്പൊ മോഡ്രിച്ച് അടങ്ങുന്ന ബെയിലും കെയിൽ വാക്കറും ഇങ്ങനെ പല ആൾക്കാരും ടീം വിട്ടുപോയി ട്രോഫി അടിച്ച ചരിത്രം നമുക്കറിയാം. ഹാരി കെയിൻ്റെ കാര്യത്തിലും മറ്റൊന്നല്ല സംഭവിച്ചത്. പുള്ളിയുടെ ഹോൾ കരിയർ ഒരു ട്രോഫിക്കായിട്ട് വെയിറ്റ് ചെയ്തു. അവസാനം ബുണ്ടസ് ലീഗയിൽ ബയൺ ജോയിൻ ചെയ്തുകൊണ്ടാണ് പുള്ളി 31ാമത്തെ വയസ്സിൽ ഈ വർഷം തന്നെ ആദ്യത്തെ ഒരു കപ്പടിക്കുന്നത്. ഇപ്പൊ സണ്ണിന്റെ ഒരു ജേർണി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വളരെ ചെറുപ്പകാലത്ത് തന്നെ ഫുട്ബോൾ ഇൻട്രസ്റ്റഡ് ആയിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. സ്വന്തം അച്ഛൻ തന്നെയാണ് പുള്ളിയെ ട്രെയിൻ ചെയ്യുന്നത്. ഇവിടെ സൺ വൂങ് ജൂങ് എനിക്ക് തോന്നുന്നു വളരെ വളരെ ടഫായിട്ടുള്ള ഒരു കോച്ചായിരുന്നു. ആ ഒരു ടഫായിട്ടുള്ള കോച്ചിങ് മെത്തേഡ് തന്നെയാണ് സണ്ണിനെ വളരെ കൃത്യമായിട്ട് പ്രൊഫഷണലി മോൾഡ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ സോൾ FC-യിൽ ചെറുപ്പകാലത്ത് തന്നെ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കിട്ടി. എന്നാൽ 2009 ഇന്റർനാഷണലി ജർമ്മൻ ലീഗിലേക്ക് സണ്ണ് ചേക്കേറുന്നത്. ഇവിടെ ഹാംബർഗർ FC-ക്ക് വേണ്ടിയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആദ്യ വർഷം സോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ടഫായിരുന്നു. കാരണം പുതിയ രാജ്യം, ഭാഷ അറിയില്ല. അപ്പോൾ പ്ലെയറിന് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ല. ഫസ്റ്റ് ഇയറിൽ പുള്ളി നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്നാൽ പിന്നീട് പതുക്കെ ക്ലച്ച് പിടിച്ച് ഗോളൊക്കെ സ്കോർ ചെയ്യാൻ തുടങ്ങിയ ഒരു സണ്ണിനെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2-3 വർഷത്തിനുള്ളിൽ ആവറേജ് 7 to 12 ഗോൾസ് സ്കോർ ചെയ്യുന്ന ഒരു സണ്ണിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ 10 മില്യൺ ഫീ കൊടുത്തുകൊണ്ട് 2013 ബയർ ലെവർകൂസനാണ് സോണിനെ സൈൻ ചെയ്യുന്നത്. പിന്നീട് ചരിത്രം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ക്ലബിനെതിരെ തന്നെ ഹാട്രിക് അടിച്ചൊരു ചരിത്രം സോണിനുണ്ട്. ഗെയിമൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. വിങ്ങർ എന്ന രീതിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ തുടങ്ങി. അത് വേൾഡ് മീഡിയ ശ്രദ്ധിച്ചു. ഒരുപാട് സ്കൗട്ടിംഗ് ടീമിന്റെ റഡാറിൽ സോണിന് വരാൻ തുടങ്ങി. അങ്ങനെ 2015 ടോട്ടനാം സോണിനെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പുള്ളി പ്രീമിയർ ലീഗ് വിട്ടു പോയാലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സീസണാണ്. കാരണം ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല. പുള്ളി ടീച്ചറൊക്കെ വെച്ച് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പതുക്കെ പുള്ളി അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പോച്ചിന്റെ ഒരു സ്വാധീനം പുള്ളിയുടെ ഇനീഷ്യൽ കരിയറിൽ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോച്ച് കൊടുത്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് പ്രീമിയർ ലീഗിലേക്ക് കളിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറി എന്ന് പറയേണ്ടി വരും. പതുക്കെ പുള്ളി ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. എൻ്റെ ഒരു ഓർമ്മ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 മൊമെന്റ് സണ്ണിന്റെ കളിയിലൂടെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ 2019 സീസണിൽ എവർട്ടന്റെ പ്ലെയർ ആയിട്ടുള്ള ആന്ദ്രേ ഗോമസിനെ ഫൗൾ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മേജർ ഇഞ്ചുറി ആന്ദ്രേ ഗോമസിൽ വന്നു. പുള്ളിയുടെ കാൽ ഒടിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷവും റെഡ് കാർഡ് കിട്ടി പുറത്തുപോയ സണ്ണ് അപ്പോളജിസ് ചെയ്യുന്ന ഒരു മൊമെന്റ് എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് ചാമ്പ്യൻസ് ലീഗ് എവേ മത്സരത്തിൽ സിറ്റിക്കെതിരെ പുള്ളി സ്കോർ ചെയ്തിട്ടുള്ള 2 ഗോളുകളാണ് ശരിക്കും പറഞ്ഞ ആ കോമ്പറ്റീഷനിൽ ഫൈനൽ വരെ എത്താൻ വേണ്ടി നമ്മളെ സഹായിച്ചത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഗോളുകൾ സിറ്റിക്കെതിരെ സ്കോർ ചെയ്യുന്ന ഒരു സണ്ണിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2020-21 സീസണിൽ ബേൺലിക്കെതിരെ സണ്ണ് സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോൾ, അതായത് സ്വന്തം ഹാഫിൽ നിന്ന് ബോൾ എടുത്ത് പോയി ഒരു 6 പേരൊക്കെ ട്രിബിൾ ചെയ്ത് പോയിട്ട് സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു ഗോള് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ പലതരത്തിലുള്ള കപ്പ് ഫൈനലിലും നമ്മൾ പുറത്തു പോകുന്ന സിറ്റുവേഷൻ വന്നു. അത് UCL ആയാലും EFL കപ്പിലായാലും അടുത്തെത്തിയിട്ടുള്ള പല കപ്പുകളും കയ്യിൽ നിന്ന് പോയി. അപ്പോഴും അധികം വൈകാതെ ഒരു ട്രോഫി അടിക്കാനുള്ള സാഹചര്യം സ്പേഴ്സിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് സണ്ണ് ഇവിടെ തന്നെ തുടർന്നത്. അതിനിടയ്ക്ക് പുള്ളിയുടെ ഫോമിൽ നല്ല രീതിയിലുള്ള ഡിപ്പ് വന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മാനേജർ ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണും കെയ്നുമായിട്ടുള്ള ആ ഒരു മാരക കോമ്പിനേഷൻ വന്നത് മൊറീഞ്ഞോ മാനേജറായിട്ട് വന്നിട്ടുള്ള ആ സീസണാണ്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞു പിന്നീട് വന്നിട്ടുള്ള സീസണിൽ
വളരെ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ്, 23 ഗോളോടെ മോ സലക്കൊപ്പം ഗോൾഡൻ ബൂട്ട് അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സണ്ണിന് കിട്ടി. ഇപ്പോൾ ഫിഫയുടെ പുസ്കസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ട് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ട്രോഫികൾ ഇൻഡിവിജ്വലായിട്ട് പുള്ളി സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ടീം ട്രോഫിക്ക് വേണ്ടി 2025 വരെ പുള്ളിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ആൻഡ് പോസ്റ്റക്കോഗ്ലു ടീമിലെത്തി. പുള്ളിയുടെ 2ാമത്തെ സീസണായി. യൂറോപ്യൻ ലീഗിൽ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഗോൾഡൻ മൊമെന്റിലേക്ക് എത്തിക്കാൻ സണ്ണിനും ടീമിനും ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ടോട്ടനം ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. അടുത്ത സീസണിൽ സണ്ണിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമോ അല്ലെങ്കിൽ പുള്ളി പോകുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ 1 വർഷത്തെയോ 2 വർഷത്തെയോ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് പുള്ളി ഒരു ലെജൻഡായി തന്നെ സ്പേഴ്സിൽ തുടരുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്നാൽ സൗദി ലീഗിൽ നിന്നും പുള്ളിക്ക് വലിയൊരു ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഡാനിയൽ ലീവിയുടെ കാര്യമാണ്, ഒരു വലിയ ഓഫറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെയ്ൻ ആയാലും സൺ ആയാലും പുള്ളി വിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടും ശത്രുതയില്ലാത്ത പ്ലെയർ എന്ന രീതിയിൽ എല്ലാവരെയും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന പ്ലെയർ തന്നെയാണ് സൺ. അത് പല അവസരത്തിലും പുള്ളി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ നോക്കിയാലും പുള്ളിയുടെ ഡിസ്കഷൻ പോയിന്റ്സ് നോക്കിയാലും കിഡ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നോക്കിയാലും ഫാൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നോക്കിയാലും ഇത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഫുട്ബോൾ ലോകത്തിൽ അത് കൊറിയൻ ഫുട്ബോൾ ആയാലും അതിനുശേഷം സ്പേഴ്സിൻ്റെ ഫുട്ബോൾ ആയാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടീമംഗമായിട്ട് സൺ മാറിയത് ഇങ്ങനെയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും സണ്ണിന് നേരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.